നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് വിസ്മയിപ്പിക്കുകയാണ്. തമിഴ്നാട്ടിൽ വലിയ ഒരു ട്വിസ്റ്റ് തന്നെയാണ് എന്ന് തന്നെ പറയാം. സർ, ആരും പ്രതീക്ഷിക്കാത്ത ആദ്യ സൂചനകളാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. DMK ഭരണ തുടർച്ച നേടുമെന്നും TVK കുറച്ച് വോട്ട് പിടിക്കുമെങ്കിലും സീറ്റുകളുടെ എണ്ണം 10-15 ഒക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് TVK എത്തുകയാണ്. വിജയുടെ ഒരു നിശബ്ദ തരംഗം അവിടെ ആഞ്ഞടിക്കുകയാണ് വിജയ്ക്ക് അനുകൂലമായി. അതെ, തീർച്ചയായിട്ടും. അതിന് പ്രധാനപ്പെട്ട കാരണം വിജയ് മാത്രമല്ല. വിജയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു, സ്റ്റാലിനും ഈ ഗതി വരില്ലായിരുന്നു. ഈ പറയുന്ന പോലെ സ്റ്റാലിന്മാർക്കെല്ലാം ധാർഷ്ട്യമാണ്. കേരളത്തിലെ സ്റ്റാലിനും അവിടുത്തെ ശരിക്കായിട്ടുള്ള സ്റ്റാലിനും വലിയ ധാർഷ്ട്യമാണ്. സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള മന്ത്രിസഭയിലുണ്ടായിരുന്ന അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ വളർത്തിക്കൊണ്ടുവന്ന ഉദയനിധിയാണ് ഇതിൻ്റെ കാരണഭൂതൻ. ഒരു സംശയമില്ല. ഉദയനിധി അഴിഞ്ഞാടുകയായിരുന്നു. മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം എന്തോ പറഞ്ഞത്, ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന കുഷ്ഠം പോലാണ്, കോവിഡ് പോലാണ്, അറപ്പുളവാക്കുന്നതാണ്. കിട്ടിയല്ലോ മറുപടി. 3ാം സ്ഥാനത്തേക്ക്, നാണം കെട്ട 3ാം സ്ഥാനത്തേക്ക് ഇന്ന് വരെ DMKക്ക് ഉണ്ടായിട്ടില്ലാത്ത ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. വിധി വൈപരീത്യം. തിരുപ്പരിക്കുണ്ടത്ത് അവിടുത്തെ ഭക്തരായിട്ടുള്ള ജനങ്ങൾ അവിടെ ദീപത്തൂണിൽ കാർത്തിക വിളക്ക് തെളിക്കാൻ ശ്രമിച്ചപ്പോൾ സമ്മതിച്ചില്ല. അവർ വേദനിച്ച് ഹൃദയവേദനയോട് തങ്ങളോട് കാട്ടിയ മതനിന്ദയിൽ വേദനിച്ചിട്ട് പ്രതിഷേധിച്ചല്ല കോടതിയിൽ പോയി, മദ്രാസ് ഹൈക്കോടതിയിൽ പോയി. അവിടെ ഹർജി ഫയൽ ചെയ്തു. ജഡ്ജി വിധിച്ചു, നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ കുഴപ്പമില്ല. അത് അനുവദിച്ച ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെൻറ്റ് വേണമെന്ന് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കൂട്ടിക്കൊണ്ട് പാർലമെൻറ്റിൽ അവരാവശ്യപ്പെട്ടു. എന്നിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ പോയി. കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയും പറഞ്ഞ ആ ജഡ്ജി പറഞ്ഞത് 100% ശരിയാണ്. എന്നിട്ടും അവിടെ വിളക്ക് തെളിക്കാൻ അനുവദിച്ചില്ല. എന്നിട്ട് ഇവരെ മുരുകനെ ഭയന്നിട്ട്, മുരുക ഭക്തിയുള്ള ജനങ്ങളെ അറിയാമല്ലേ, അവർ ഭിക്ഷക്കാരായ പോലും രാത്രി കിടക്കാൻ മുരുക എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള മുരുകഭക്തി തനിക്ക് തിരിച്ചടിയാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു മുരുക സംഗമം നടത്തി ചെന്നൈ സെൻറ്റ് ജോർജ് ഫോർട്ടിന് തൻ്റെ ആസ്ഥാനത്തിനടുത്ത് വെച്ചിട്ട്. പക്ഷേ വൻ പരാജയമായിരുന്നു. ആളൊന്നും വന്നില്ല. ഈ വിശ്വാസമല്ലാത്ത ആൾ വിളിച്ചു കൂട്ടുന്ന വിശ്വാസയോഗത്തിന് ആര് വരും? നമ്മുടെ ആഗോള സംഗമം പോലൊരു സംഭവമാണ്. അതാണ് അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് വിളിച്ചപ്പോൾ വരാതിരുന്നത്. പ്രതിഷേധം ഉണ്ടാകുമെന്നറിയാം. കാരണം ഇയാളൊരു അവിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ്. തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം ആൾക്കാരും ഈശ്വരവിശ്വാസികളാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശബരിമലയിലേക്ക് തീർത്ഥാടകർ വരുന്നത്, നമുക്കറിയാമല്ലത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇയാളെ ഈശ്വരവിരോധമായിട്ടെടുത്തുള്ള തന്ത്രങ്ങൾ, പണ്ടത്തെ ഈ പെരിയാർ സ്വാമി രാമസ്വാമി എന്ന് പറയുന്ന പോലൊന്നും ഇപ്പോൾ വിജയിക്കില്ല. ശരങ്ങൾ ഭക്തിയുടെ ആ ഒരു നവോത്ഥാന മണ്ഡലത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നവോത്ഥാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തിയുടെ കാര്യത്തിൽ. ഭക്തി ഇപ്പോൾ പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു വരികയാണ്. അവിശ്വാസവും നാസ്തികതയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അത് വരികയാണ്. ഭക്തിയുടെ കാര്യത്തിലാണ് നവോത്ഥാനം ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരെയും മറ്റുള്ള മതങ്ങളെ ദ്വേഷിക്കുന്ന ഒരു ഭക്തിയല്ലത്. ആ ഭക്തി ഇപ്പോൾ തിരിച്ചു വന്നിട്ട് തമിഴ്നാട്ടിലും അതുകൊണ്ട് ശക്തമായിട്ടുണ്ട്. സുന്ദരാമ്പാളും ഒക്കെ പാടുന്ന പ്രഭാതി, എല്ലാ പാട്ടുകളും, ജ്ഞാനപ്പഴം എന്ന് പറയുന്ന പാട്ട്, അത് കേട്ടുകൊണ്ടല്ലാതെ തമിഴ്നാട് ഉണരാറില്ല. സൂര്യൻ ഉദിക്കുന്നത് പിന്നെയാണ് തമിഴ്നാട്ടിൽ. ആദ്യം ഭക്തിഗാനങ്ങളാണ്. കോവിലിൽ സൈക്കിളിൽ പോയിട്ട് ഒരു കായസഞ്ചിയുമായിട്ട് പോയിട്ട് ഭസ്മം വാരി പൂശി എത്തുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടിൽ നമുക്ക് എമ്പാടും രാവിലെകളിൽ കാണാൻ പറ്റുന്നത്. ആ ഒരു ഇക്കോസിസ്റ്റത്തിനെതിരായിട്ടുള്ള ഈ പ്രസ്താവന വലിയ തിരിച്ചടിയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഗതികെട്ട 3ാം സ്ഥാനത്തേക്ക് പോകത്തില്ല. ഇതൊരു നാണക്കേടാണത്. താൻ ജയിക്കുമെന്ന് പറഞ്ഞ് പ്രവചനങ്ങളും എക്സിറ്റ് പോളുകളും വന്ന സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്ത്. ഇത് ദൈവത്തിൻ്റെ കൈകളുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു അപ്രതീക്ഷിതം. വിജയുടെ പരിപാടികളിലൊക്കെ എത്തിയ ആൾക്കൂട്ടം, വിജയ്ക്ക് വേണ്ടി ജയ് വിളിച്ച ആൾക്കൂട്ടം, അവർക്ക് വോട്ടില്ല, അവർ വിജയിയെ കാണാൻ വേണ്ടി മാത്രം വരുന്നവരാണ്, ഇതൊന്നും വോട്ടായി മാറില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് നിന്ന് നിശബ്ദമായി ഒരു മുന്നേറ്റം വിജയ്ക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും സിനിമ ആരാധകരാണ്. സിനിമ താരത്തിൻ്റെ പേരിൽ അമ്പലം പോലും, ഖുശ്ബുവിൻ്റെ പേരിൽ വരെ, അതിപ്പോൾ BJP-കാരിയാണ്, അവരുടെ പേരിൽ പോലും ക്ഷേത്രം അവിടെ ഉണ്ട്. MGRനെയും അമ്മ എന്ന് പറയുന്ന ജയലളിതയും എല്ലാം ദൈവങ്ങളെപ്പോലെ ആരാധിച്ചിരുന്ന ഒരു ജനതയാണ്. തെലുങ്ക് ദേശത്തും അത് തന്നെയാണ്. NTRനെ അങ്ങനെയാണല്ലോ അധികാരത്തിൽ, MGRും അങ്ങനെയാണ് അധികാരത്തിൽ വന്ന്, ജയലളിതയും അങ്ങനെ അധികാരത്തിൽ വന്ന്, ഒരു പരിധി വരെ കരുണാനിധി അങ്ങനെ തന്നെ. കരുണാനിധി നല്ല ഒരു തിരക്കഥ എഴുത്തുകാരനായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യം നമ്മുടെ തോപ്പിൽ ഭാസി എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വളമായിട്ട് വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഈ സാഹിത്യ പുസ്തകങ്ങളും നാടകങ്ങളും വായിച്ചും കണ്ടും
ആളുകൾ പത്തനംതിട്ടയിൽ നിന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടു. അറിയാം, കോൺഗ്രസിൻ്റെ കോട്ടയായ പത്തനംതിട്ടയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മത്സരിച്ച് ജയിച്ചു. ആദ്യത്തെ 1957 ജയിച്ചു വന്ന ആളാണ് തോപ്പിൽ ഭാസ് എന്ന് പറയുന്ന പോലെ ആ ഒരു ആരാധന കൊണ്ട് ആണ് കരുണാനിധി ആദ്യം വന്നത്. പിന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ. MG രാമചന്ദ്രനായാലും ശരി, ജയലളിതയായാലും ആ സിനിമയോടുള്ള ആരാധന ഒന്നാമത്തെ കാര്യം. ഇയാളൊരു സൂപ്പർ സ്റ്റാർ. രണ്ടാമത്തെ ഇദ്ദേഹം ഒരു പിന്നാക്കക്കാരനാണെന്നുള്ളതാണ്. CSI വിഭാഗത്തിൽപ്പെട്ടവർക്ക് വലിയ സ്വാധീനമുണ്ട്, പ്രത്യേകിച്ചും തെക്കൻ തമിഴ്നാട്ടിൽ. അവർക്കിടയിലേക്ക് അവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്. നേരത്തെ ഒരു യോഗത്തിൽ അദ്ദേഹം പിന്നെ അവിടെ നടത്തിയ ഒരു യോഗത്തിൽ വമ്പിച്ച ആൾക്കൂട്ടം കൊണ്ട് കുറേ പേര് മരിച്ചു. 22 പേരാണ് മരിച്ചത്. അത് കരുണാനിധിയല്ല, നമ്മുടെ സ്റ്റാലിൻ തന്നെ ആസൂത്രണം ചെയ്ത ഒന്നാണെന്ന് വലിയ പ്രചാരണം നടത്തി. സ്റ്റാലിൻ ജനങ്ങൾ വിശ്വസിച്ചു. അവിടെ ഒരു ലീഡർഷിപ്പ് കാണിച്ച് അല്ല TVK കാണിച്ചത്. ആ ജനങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള നേതൃത്വം കൊടുക്കേണ്ടതിന് വരെ നേരെ ചെന്നൈയിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. അതിനുശേഷം കോടതി അതുപോലെ തന്നെ കേസ്, ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായി. അത് തിരിച്ചടിയാവുമെന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചടിയായിട്ടില്ല. അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തരംഗമായി മാറിയെന്ന് വേണം കരുതാൻ. അതാണ് വിജയം. അതാണ്. അപ്പോൾ കരുണാനിധിയുടെ തോൽവിക്ക് കാരണവും TVKയുടെ വിജയത്തിന് കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന TVKയ്ക്ക് ഒറ്റയ്ക്കൊരു മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് കടന്നിട്ടില്ല. 103 സീറ്റാണ്. 103 സീറ്റുകൾ, 234 സീറ്റല്ലേ, 118 സീറ്റുകൾ. അപ്പോൾ എയ്തർ BJPയുടെയോ അല്ലെങ്കിൽ AIADMKയുടെയോ സഹായത്തോടെ അല്ലാതെ ഇവിടെ ഒരു മന്ത്രിസഭ രൂപവൽക്കരിക്കുക സാധ്യമല്ല. കോൺഗ്രസിന് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. കോൺഗ്രസിന് അനുകൂലമാണ്, കോൺഗ്രസ് അദ്ദേഹത്തിന് അനുകൂലമാണ്, പക്ഷേ സീറ്റില്ല. അപ്പോൾ ഒരു സ്ഥിതി വരുമ്പോൾ ഏതെങ്കിലും ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടേണ്ടി വരും. DMK ഒരിക്കലും അദ്ദേഹം പിന്തുണയ്ക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ DMKയുടെ അഴിമതിക്കെതിരായിട്ടാണ് താൻ പാർട്ടി രൂപവൽക്കരിച്ചത്. തൻ്റെ ലക്ഷ്യം അതാണ് എന്ന് പറയുന്നുണ്ട്. ഈ DMKയുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നത് BJPയാണ് എന്നുള്ളതും നമുക്കറിയാം. അണ്ണാമലയാണ് പുറത്തു കൊണ്ടുവന്നത് DMKയുടെ എല്ലാ അഴിമതികളും. അതും വളരെ ഒരു വലിയൊരു ഫാക്ടറാണ് DMKയുടെ പരാജയത്തിൻ്റെ. അപ്പോൾ ആ പരാജയം, അവരുടെ അഴിമതി ഒരു വശത്ത്. ഇതുവരെ അഴിമതിയിലേക്ക് പോയിട്ടില്ല TVK. ജനങ്ങൾക്ക് സഹായങ്ങളൊക്കെ നൽകി വരുന്ന ഒരു നല്ല മനുഷ്യൻ, നല്ല ഒരു സിനിമാ താരം, ന്യൂ ജനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നുള്ള നിലയിലുള്ള ഇതാണ്. ഈ TVK ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഭരിക്കാൻ വരിക AIADMK BJP കമ്പനിയായിരിക്കും. ഇപ്പോൾ വാസ്തവത്തിൽ TVK അട്ടിമറിച്ചത് അവരുടെ ഒരു ജയസാധ്യതയാണ് അട്ടിമറിച്ചിരുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഹി ഹാസ് ടു ഗെറ്റ് സപ്പോർട്ട് ഫ്രം എയ്തർ AIADMK ഓർ BJP. അങ്ങനെ മാത്രമേ അധികാരത്തിൽ തുടരാൻ പറ്റൂ. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന രജനീകാന്ത്, കമൽഹാസൻ, ഇവരെല്ലാം ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പരാജയപ്പെട്ടു പോയി. രജനീകാന്ത് ആ സ്ഥലത്തേക്കാണ് വിജയ് വരുന്നത്. എങ്ങനെയാണ് ആ ഒരു ടാക്ടിക്സ് വിജയകരമായി മാറ്റിയെടുത്തത് എന്നുള്ളതാണ്. അതൊരു വിസ്മയമാണ്, ശരിക്കും ഒരു വിസ്മയം തന്നെ. മക്കൾ കഴകം എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപവൽക്കരിച്ച് കമലഹാസൻ മുന്നോട്ട് വന്നപ്പോൾ തമിഴ് ഹൃദയം എന്ന് പറയുന്ന സിനിമാ നടന്മാരെ ആരാധിക്കുന്ന, ഐഡോലാട്രിയുള്ള, വിഗ്രഹാരാധനയുള്ള ഒന്നായതുകൊണ്ട് അദ്ദേഹം വൻപിച്ച നേട്ടം ഉണ്ടാകുമെന്ന്. 2-3 സീറ്റാണ് കിട്ടിയത്. എന്ന് കോയമ്പത്തൂരിലിട്ട് BJP സ്ഥാനാർത്ഥി അയാളുടെ പാർട്ടിക്കാരനെ തോൽപ്പിച്ചു. മനസ്സിലായില്ലേ? നാണം കെട്ടുവാണ്. ഇപ്പോൾ പിന്നെ DMKയുടെ സഹായത്തോടു കൂടിയാണ് രാജ്യസഭയിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ DMKക്ക് രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാനാളുന്ന ആളുകളുടെ എണ്ണവും കുറയും. മനസ്സിലായില്ലേ? ഇപ്പോഴാണെങ്കിൽ ആ ചാൻസ് കിട്ടില്ലായിരുന്നു. കിട്ടി, അത് പിൻവലിക്കാൻ പറ്റില്ലേ. അത്ര തകർന്നു പോയി ഈ പാർട്ടി. ഇനി TVKയുടെ കുറേ നാൾ വാഴും കേട്ടോ. അത് കുഴപ്പമില്ലാതെ വാഴും, അഴിമതിയില്ലാതെ പോയി കഴിഞ്ഞു. പക്ഷേ ഇവരുടെ ഒരു പരിചയക്കുറവ്, രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള നേതാക്കളുടെ അഭാവം, അതൊക്കെ ഇത്രയും വലിയൊരു സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമ്പോൾ ഒരു ആശങ്ക ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് ഉണ്ടായിരുന്നല്ലോ. ജയലളിത വരുമ്പോൾ ഒരു പരിചയമില്ല. സിനിമ നടിച്ച് ഡാൻസ് കളിച്ചുള്ള പരിചയമുള്ളൂ. MGR ഒരു റിക്ഷാക്കാരൻ എന്നൊക്കെയുള്ള സിനിമയിൽ അഭിനയിച്ച് ഹീറോ ആയ പരിചയം. ഉലകം ചുറ്റും ബാലുവൻ സിനിമ അഭിനയമല്ലല്ലോ, പക്ഷേ നന്നായിട്ട് ഭരിച്ചില്ലേ അദ്ദേഹം. ഒന്നാമത്തെ കാര്യം, തമിഴ്നാടിന് നല്ല GDP ഉണ്ട്, നല്ലപോലെ വരുമാനമുണ്ട്. നല്ല ഒരു ധനകാര്യമന്ത്രിയെ വെച്ചാൽ പരിഹരിക്കാവുന്നേ ഉള്ളത്. പിന്നെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്, അത് മുഖ്യമന്ത്രിക്ക് തന്നെ തീരുമാനിക്കാവുന്നേ ഉള്ളൂ. നല്ല ഒന്നാം തരം പോലീസുകാരുള്ളൊരു സംസ്ഥാനമാണ്. നല്ല റൈറ്റ് ചോയ്സ് ഓഫ് എ DGP ക്യാൻ മേക്ക് മച്ച് ബെറ്റർ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. അതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം നിർദ്ദേശം കൊടുത്താൽ മതി, ഉപദേശം DGP കൊടുക്കും ഇങ്ങോട്ട്. മനസ്സിലായില്ലേ? ഭരിക്കാൻ അത് പ്രയാസമില്ല. ഈ ധനകാര്യ മാനേജ്മെൻറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. അഴിമതി വരാതെ നോക്കുക, സത്യസന്ധരായ ആൾക്കാരെ മന്ത്രിമാരായിട്ട് വെക്കുക, ഒരു പ്രശ്നവുമില്ല. അതിന് ഇദ്ദേഹത്തിനൊരു ലീഡർഷിപ്പുണ്ട്, ജനങ്ങളുടെ ഒരു പിന്തുണയുണ്ട്. പറഞ്ഞാൽ
മന്ത്രിമാരെല്ലാം കേൾക്കും, അതെ DGPയും കേൾക്കും, ആജ്ഞാശക്തിയുണ്ട്, നേതൃത്വം അത് മതി. അങ്ങനെ വെച്ചാണ് ജയലളിത ഒക്കെ ഭരിച്ചത്. ഇച്ചിരി കൂടുതലായിട്ട് അധികാരം പ്രയോഗിച്ചു ജയലളിത. ശശികലയും കൂടി അധികാരം പ്രയോഗിച്ചു. അതാണ് അവർക്ക് കുഴപ്പമായത്. അവർക്ക് പിന്നീടൊരു പിൻഗാമിയെ വിജയിപ്പിക്കാൻ പറ്റാതായത്. അത് വരാതിരുന്നു കഴിഞ്ഞാൽ TVK ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. DMK തള്ളിക്കളഞ്ഞു ജനങ്ങൾ. നിഷ്കരണം. അണ്ണാ ദുരൈ പെരിയാർ എന്നൊക്കെ പറഞ്ഞൊക്കെ വെറും അവരെയൊന്നും ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പെരിയാറിൻ്റെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിലെ പാളിച്ചകളൊക്കെ ഇപ്പോൾ ജനങ്ങൾക്കറിയാം. 2 or 3 കല്യാണം കഴിച്ച ആളാണിത്. ഇയാൾ ഈ ആദർശങ്ങളൊക്കെ പറഞ്ഞാൽ ഹൂ കേഴ്സ് എന്നുള്ളതാണ്. അണ്ണാദുരൈ അത് തന്നെയാണ്. ഇത് ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ വിരോധമാവരുന്നത്, സനാതനധർമ്മ വിരോധമാവരുത്. ഒന്നിനോടുള്ള വിരോധം കൊണ്ടുണ്ടാകുന്ന അത് ശരിയായിട്ടുള്ള നിലപാടല്ല. ഒരു ജാതിയിൽ ഒരാൾ ജനിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അയാളുടെ കുറ്റമല്ല. അതിൻ്റെ പേരിലുള്ള ബ്രാഹ്മണ വിരോധം കാലഘട്ടപ്പെട്ടു. മനുഷ്യനായിട്ട് കാണാനുള്ള കഴിവുണ്ടാവണം. മനസ്സിലായില്ലേ? TVKക്ക് അത് കഴിയുമെന്നുള്ളതാണ് ഒരു പരിധിവരെ എൻ്റെ ഉറച്ചു വെച്ചത്. കാരണം അദ്ദേഹം ജാതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല, അഴിമതിയെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് ശരിയായിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ തന്നെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സനാതനധർമ്മത്തിനെ കുഷ്ഠമാണെന്നൊക്കെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹത്തിന് ഏറെ കാലം അവിടെ വാഴാൻ പറ്റും എന്നുള്ളതാണ്. തമിഴ് മക്കൾ പിന്തുണ കൊടുക്കും. പിന്നെ അവർക്ക് സൗജന്യമായിട്ട് എന്തെങ്കിലും കിട്ടും. എടപ്പാടി പളനിസ്വാമി അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എല്ലാ സൗജന്യങ്ങളും കൊടുത്തു. വിലയൊക്കെ വളരെ കുറവ്. പച്ചക്കറിക്കൊക്കെ വളരെ വില കുറവായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. അത് നിലനിർത്തണം. വില കൂടിക്കഴിഞ്ഞാൽ സംഗതി രാഷ്ട്രീയം വിജയുന്നൊന്നും നോക്കത്തല്ല, ആളുകൾ എതിരായിട്ട് വോട്ട് ചെയ്യും. മാത്രമല്ല ഈ BJPയുടെ ഒരു വലിയ അമളി അല്ലെങ്കിൽ ഒരു സാധ്യതയാണ് ഇത് ഇല്ലാതാക്കിയത്. എനിക്ക് തോന്നുന്നു അണ്ണാമലയെ ആയിരുന്നു ശരിയല്ലേ? അണ്ണാമല അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. AIDMKയുമായിട്ടുള്ള സഖ്യത്തിന് BJPക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോൾ കിട്ടിയ അത്രയും സീറ്റുകൾ, ഇപ്പോൾ എത്ര വന്നിരിക്കുന്ന സീറ്റുകൾ നോക്കിയോ? BJPയുടെ മാത്രം നോക്കിയിട്ടില്ല. മൊത്തത്തിൽ 78 സീറ്റാണ്. 78 കുറച്ച് BJP ഇത്രയും സീറ്റുകൾ BJPക്ക് ഉണ്ടാക്കാൻ അണ്ണാമല ഇരുന്നാൽ പറ്റുകയില്ല. ഇത് മാത്രമല്ല, ഒറ്റയ്ക്ക് എന്നാൽ BJPക്ക് ഒന്നും കിട്ടില്ല. അവിടെ AIDMKയായിട്ട് സഖ്യമേ പറ്റില്ല. അണ്ണാമലയെ മാറ്റാതെ സഖ്യമില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഉപാധിയായിരുന്നു. അതുകൊണ്ടാണ് മാറ്റിയത്. അതുകൊണ്ടാണ് ഈ സഖ്യത്തിന് ഇത്രയും നേരം കഴിഞ്ഞത്. പക്ഷേ അണ്ണാമല പറയുന്നത് നമ്മൾ അവരുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല എന്ന്. ശരിയാണ്, ആദർശം ശരിയാണ്. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതാണ് അതിൻ്റെ പ്രയോജനം. ഇത് രണ്ടാണ്. കരുണാകരൻ്റെ ദിവസം പ്രായോഗികമായ രാഷ്ട്രീയമായിരുന്നു. AK ആൻ്റണിയുടെ ആദർശ രാഷ്ട്രീയമായിരുന്നു. തമ്മിൽ വലിയ വ്യത്യാസം. രണ്ടും ശരി തന്നെ. നമുക്ക് കുറച്ചൊക്കെ രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ കോംപ്രമൈസുകൾ വേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് ഇതുവരെയുള്ളൊരു 4 ദശാബ്ദക്കാലം രാഷ്ട്രീയം നിരീക്ഷിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. ആ ശുദ്ധഗതിക്ക് ഇപ്പോൾ VM സുധീരൻ KPCC പ്രസിഡൻ്റായിട്ടിരുന്ന വൻ പരാജയമല്ലേ? ആദർശശാലിയാണ്. പ്രായോഗിക രാഷ്ട്രീയം വേണം. പ്രായോഗികമായിരിക്കണം, എങ്കിലേ നിലനിൽപ്പ്. ചുവരുണ്ടെങ്കിലേ എഴുതാൻ കഴിയും. അത് നമ്മൾ മറന്നുകൂടാ. പക്ഷേ എന്ന് വിചാരിച്ച് തീരെ അഴിമതിയിലേക്ക് DMK കുടുംബം പോയതുപോലുള്ള അഴിമതിയിലേക്ക് പോകാനും പാടില്ല. ചില കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസുകൾ അങ്ങനെ വെച്ച് പോകുന്ന രാഷ്ട്രീയക്കാരെ ജനങ്ങൾ അത്രമേൽ വെറുക്കുന്നില്ല. അഴിമതിയിൽ തന്നെ മുങ്ങി കുളിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. എന്തായാലും TVK തമിഴകത്ത് ഞെട്ടിക്കുകയാണ്. 103 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. തൊട്ടുപിന്നിൽ 78 സീറ്റുകളുമായി AIDMK സഖ്യമുണ്ട്. 50 സീറ്റുകളിലേക്ക് DMK ഭരണപക്ഷമായിരുന്ന DMK ഒതുങ്ങുകയാണ്.